നീ അല്ലെങ്കിലും പൊട്ടി തന്നെയല്ലേ ഈ വണ്ടി ഇടിക്കാൻ മുമ്പേ ബ്രേക്ക് പിടിക്കാൻ വേണ്ടത്. അല്ലാണ്ട് ഈ അരണ്ടക്കാക്ക വെള്ളത്തിൽ ഇറങ്ങണ പോലെ കാല് രണ്ടിങ്ങനെ ഒരച്ചിറങ്ങല്ല ചെയ്യേണ്ടത്. വെറുതെ അല്ലേ നിന്റെ പോയിന്റ് തിരിഞ്ഞിട്ട് ഉപ്പുറ്റി കയറിയത്. ഇനിയേ മുള്ളാടിപ്പപ്പനായിട്ട് നടക്കാം. വിളിക്കണ്ടാട്ടാ. ഓടിച്ചിട്ട് ഇരിക്കാനായാലും എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്. നിനക്കോ? വണ്ടിയില്ല, ഒരു കിണ്ടിയില്ല. എന്നിട്ട് അവൻ തൊലിക്കുക. നീ എന്ത് വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞേ? നീ എന്താ പറഞ്ഞ എൻ്റെ അടുത്ത്? നീ എന്താ പറഞ്ഞേന്ന്? നീ എൻ്റെ അടുത്തല്ലേ സംസാരിക്കണം, നിനക്ക് ഓർമ്മ വേണം. നിന്റെ തന്തയുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതിട്ട് എങ്ങനത്തെ വർത്താനം? നാളെ മേലൊക്കെ നീ എൻ്റെ അടുത്ത് സൂക്ഷിച്ചും കണ്ടും വർത്താനം പറഞ്ഞില്ലെങ്കിൽ നീ പേടിച്ചെന്ന ഫോണോ നോക്കില്ല, എറിഞ്ഞ് പൊട്ടിക്കും ഞാൻ. സിമ്മ് ഞാൻ കടിച്ച് പൊട്ടിച്ച് കളഞ്ഞ. എന്നെ വിളിച്ചാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ബന്ധം ഞാൻ വേർപ്പെടുത്തും. വെച്ചോ നീ. ഹലോ കാന്തരുടെ കലിപ്പൻ, എവിടേക്ക് ഇത്ര കലിപ്പിട്ടിട്ട് പോണേ? ഒന്നുമില്ലടാ, പെണ്ണ് വിളിച്ചിട്ടേ നമ്മളെ ഒരുമാതിരി ചവിട്ടി താത്തിയുള്ള വർത്താനം. നിനക്കറിഞ്ഞോടാ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എനിക്ക് ടെമ്പറാവുന്നു. എടാ ഇപ്പൊ എംപ്ലയുടെ അടുത്ത് ഒരു മയത്തിലൊക്കെ സംസാരിക്ക്. സ്നേഹം കൊടുത്ത് സ്നേഹം വാണിക്കടേ. ഹായ്, ആര് പറയണേ? നാലുകെട്ടിലെ കുട്ടൻ നമ്പൂതിരിയുടെ മോൻ ദിൽജിത്തോ? 4 കെട്ടാൻ വേണ്ടിട്ടേ നീ സുന്നത്ത് തിട്ട് സുൽത്താനായ നടന്നി. എന്നിട്ട് 4 കിട്ടിയാ മൂടി പോയത് മെച്ചാം. എന്റെ 4 കെട്ട് വേണമെങ്കിൽ പോട്ടെ, നിനക്കിപ്പോ ഫ്ലാറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഫ്ലാറ്റാ? ആ, നിന്നെ കെട്ടി കഴിഞ്ഞ ഫ്ലാറ്റ് വിട്ട് നാട്ടുകാർ പറഞ്ഞേ. ഏത് തന്നെയാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ തിരിഞ്ഞ കണ്ട ഫുൾ ഫ്ലാറ്റ്, അതിന്റെ കുണ്ടി വരെ ഫ്ലാറ്റ് എല്ലാരും പറഞ്ഞു നടക്കണേ. എന്തിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കണത്? ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ ആ നേഴ്സ് ഒന്ന് കൊതിച്ചുണ്ട് ബട്ടസിലൊരു ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ട്. ദോശ മറിച്ചിരുന്ന പോലെ അങ്ങോട്ട് മറിച്ചു കാണാൻ. മുടി മുതൽ അടി വരെ ഫ്ലാറ്റ്. അവസാനം ജെമിനി ആപ്പില്ലേ, അതിലൊക്കെ തപ്പി നോക്കി എന്റെ ബട്ടക്സ് എവിടെയാണ് കിട്ടിയാ? തപ്പിയിട്ട് കിട്ടാണ്ട് നിൽക്കണ വിഷമിക്കുന്ന സിസ്റ്റർക്ക് ഞാൻ എന്റെ ബട്ടക്സ് കാണിച്ചു കൊടുത്ത് കുത്താൻ വേണ്ടിട്ട് സിസ്റ്റർ കുത്തിക്കൊന്ന് പറഞ്ഞിട്ട് ആ നീയാണ് എന്നെ അടുത്ത് പോയി സുൽത്താൻ കൊണ്ട് കളിയാക്കണ പോടാ. നീ എന്തിട്ടാ ഒരുമാതിരി ഇങ്ങനത്തെ വൃത്തിയായിട്ട് വർത്തനം പറഞ്ഞ? നാളെ മേലൊക്കെ എൻ്റെ അടുത്ത് വർത്തനം പറഞ്ഞല്ലോ, ചേറിയ തല ഞാൻ പിടിച്ച് മുക്കും. നാളോട്ട് ഈ ഭാഗത്തിരിക്കണ്ടാ, എന്റെ വീട്ടിൽ വരും വേണ്ട. നമ്മളായിട്ട് ബന്ധമില്ല. തമാശല്ല, നീ എന്റെ അടുത്ത് വരണ്ട. പോടാ മുളങ്കാടെ. അജാദിമയ്ക്ക് വലിച്ചു കെട്ടറാ. താനീ വേഗത്തിൽ നമ്മൾ ചൂടായിട്ട് പോണ. ഒന്നും പറയണ്ടാ, ചില നാട്ടുകാരെ ചില കൊണ വർത്താനം ദേഷ്യം വരാണ്ടിരിക്കോ? അല്ലടാ, നിന്നെ ജാമ്യത്തിലെടുത്ത്